നമസ്കാരം, ഞാൻ ബൈജു അന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് യാത്രയിലാണ്. കുഞ്ഞ് യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന കാക്കനാട് നിന്നും കിഴക്കമ്പലം വരെയുള്ള യാത്രയാണ്. കിഴക്കമ്പലത്ത് ഇന്ത്യയുടെ ഒരു അഭിമാന താരം ജീവിക്കുന്നുണ്ട്. അത് നമ്മുടെ PR ശ്രീജേഷാണ്. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മനുഷ്യൻ എന്നാണ് നമുക്ക് ശ്രീജേഷിനെ വിളിക്കേണ്ടത്. ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം ഹോക്കിയുടെ ഗോൾ കീപ്പറാണ്. അപ്പോൾ ആ ഒരു വാൾ, ഒരു വലിയ മതിൽ പോലെ നിന്ന് നമ്മുടെ രാജ്യത്തെ ഗോളുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആളെന്നാണ് പറയേണ്ടത്. 2 തവണ ഒളിമ്പിക് മെഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അതുപോലെ 326 ഇൻ്റർനാഷണൽ ഹോക്കി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കിയുടെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ പല സവിശേഷതകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം സജീവമായ ഹോക്കി മത്സരങ്ങളിൽ നിന്നൊക്കെ വിരമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോക്കിയുടെ പരിശീലകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വാഹന വിശേഷങ്ങളും മറ്റ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ഹോക്കിയെപ്പറ്റി അധികം ചോദിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം നമ്മൾ സ്പോർട്സിൻ്റെ ആളെ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സ്പോർട്സുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, പിന്നെ വാഹന വിശേഷങ്ങൾ, അതൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാന താരമാണെങ്കിലും കിഴക്കമ്പലത്തിൻ്റെ പ്രത്യേകിച്ചും ഒരു അഭിമാനമാണ് ശ്രീജേഷ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള റോഡിന് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഇതാ, അങ്ങനെ ഒളിമ്പ്യൻ ശ്രീജേഷ് റോഡിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഏതെങ്കിലുമൊക്കെ ഒളിമ്പിക് മെഡലൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ ഒളിമ്പ്യൻ ബൈജു എന്ന റോഡൊക്കെ പാമ്പാടിയിലുണ്ടായിരുന്നു. ഒന്നും സഹായിച്ചില്ല. നോക്കട്ടെ, ഇനിയിപ്പോൾ ഏതായാലും ഈ പ്രായത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ശ്രീജേഷിൻ്റെ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. ഇതൊരു ബൈപ്പാസ് റോഡാണ്, കിഴക്കമ്പലത്തെ ബൈപ്പാസ് റോഡ്. അതിലൂടെ വന്ന് നമ്മൾ ശ്രീജേഷ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നനുസരിച്ചാണെങ്കിൽ ഈ വീട് കഴിഞ്ഞുള്ള വീടായിരിക്കണം. നോക്കട്ടെ, ആ കാണുന്നതാണ് ശ്രീജേഷിൻ്റെ വീട്. ഇത് ഒളിമ്പ്യൻ ശ്രീജേഷ് PR എന്ന് എഴുതിയിട്ടുണ്ട്. പാറാട്ട് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതല്ല, അപ്പോൾ വണ്ടി കയറുന്ന ഗേറ്റ് ഈ സൈഡിലായിരിക്കും. നോക്കട്ടെ, ഈ ഒളിമ്പിക് മെഡലൊക്കെ നേടിയ സമയത്ത് ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്ന വീടാണിത്. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹത്തിന് ടാറ്റ നൽകിയ കർവ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലൊക്കെ ഷെഡുണ്ട് കേട്ടോ. മറ്റു വണ്ടികളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി ഒന്ന് ഒതുക്കാം. നമ്മുടെ പാവപ്പെട്ട വണ്ടി അതാണ് ശ്രീജേഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫോർച്യൂണർ അവിടെയുണ്ട്. പിന്നെ ഒരു ബൈക്ക് മൂടിയിട്ടിട്ടുണ്ട്. വണ്ടി ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ശ്രീജേഷിനെ വിളിക്കട്ടെ. അപ്പോൾ ശ്രീജേഷിന് കിട്ടിയ അവാർഡുകൾ, മൊമൻറ്റോസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഖേൽരത്ന അവാർഡ് കിട്ടിയ അതിൻ്റെ ഫോട്ടോ ആണത്, രാഷ്ട്രപതി കൊടുക്കുന്നത്. അത്തരം ഫോട്ടോസ്. പിന്നെ ഇവിടെ മമ്മൂക്ക ഇവിടെ വന്നിട്ട് മറ്റേ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയപ്പോൾ എന്തോ ഗിഫ്റ്റായി കൊടുത്തത്, അതാണ് ആ കാണുന്നത്. പിന്നെ ഇഷ്ടംപോലെ മെഡലുകൾ. പിന്നെ സ്നേഹാദരങ്ങൾ, നാടിൻ്റെ മുഴുവൻ സ്നേഹാദരങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കിട്ടിയതിൻ്റെ സംഭവങ്ങൾ, ഇവിടെ മുഴുവൻ മെഡലുകളുണ്ട്. ഇത് ഒളിമ്പിക് മെഡൽ കിട്ടിയ സമയത്തുള്ള മനോരമയുടെ 1-ാം പേജ് ശ്രീഭേഷ് ഒളിമ്പിക്കിന് ഉള്ള ജേഴ്സിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. ശ്രീജേഷ് നമസ്കാരം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ശ്രീജേഷ്, ഇത്
നമുക്ക് തുറക്കം പോലെ തുടങ്ങാം. ഏറ്റവും ആദ്യം കിട്ടിയതാണ് അർജുന അവാർഡ്. അതാണ് റൈറ്റ് കോർണറിൽ ഇരിക്കുന്നത്. അതിനുശേഷം താഴത്തെ പത്മശ്രീ 2017, ഇത് 2021 ഖേൽരത്ന. പത്മഭൂഷൺ ഈ 28-ാം തീയതി കിട്ടത്തുള്ളൂ. ഓ, അപ്പൊ കിട്ടുള്ളൂ, പ്രഖ്യാപിച്ചോളൂ അല്ലേ? പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അവരിനി എൻ്റെ കാരണം രാഷ്ട്രപതി അവൈലബിൾ അല്ലാത്തതുകൊണ്ടും പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് 28-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ. ഡൽഹിയിൽ. ഓ ശരി. പിന്നെ ഇവിടുത്തെ ഈ അവാർഡുകളെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എപ്പിസോഡിന് നിൽക്കൂല. ഈ ഒളിമ്പിക് മെഡൽ ഉണ്ടോ ഇവിടെ? യെസ്, ഒളിമ്പിക് മെഡൽ അതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം ഇതാണ് കാണേണ്ടത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഗവൺമെന്റിന്റെ കയ്യിലാണ്. അങ്ങനെയല്ല. ഓ, ബ്രോൺസ് മെഡൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ കൈപിടിച്ചാണ്. ഇത് പാരീസ് ഒളിമ്പിക്സിന്റെ. അതെ, ഇത് ടോക്കിയോ. യെസ്, ഇതാണ് എന്താ പറയണ്ടേ, ഇന്ത്യയെ വാനോളം ഉയർത്തിയ 2 മെഡലുകൾ. കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഈ ഒരു ഏരിയ വേണ്ടി അതിനുവേണ്ടി മാത്രമേ മാറ്റി വെച്ചിരിക്കുക. ഇതിനകത്ത് പത്മശ്രീ ഉണ്ട്, ഖേൽരത്ന ഉണ്ട്, അർജുന അവാർഡ് ഇരിപ്പുണ്ട്. ഇത് വേൾഡിലെ ബെസ്റ്റ് ഗോൾ കീപ്പറിന് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന്റെ 3 അവാർഡാണ്. എല്ലാവർക്കും വരുമ്പോഴത്തേക്ക് പത്മശ്രീ ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡൽ തരുന്നതാണ്. ഇതിന്റെ ചെറിയൊരു റെപ്ലിക്ക തരും. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പലയിടത്തിട്ടിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല എന്താ സംഭവം. അതുകൊണ്ട് ഞാനെവിടെ ഉപയോഗിക്കാറില്ല. നമ്മളായിട്ട് എന്തിനാണ്. ഇതാണ് മമ്മൂക്കയുടെ വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്ന് ആ ഒരു വീഡിയോയിൽ ശ്രീജേഷ് പറയുന്നുണ്ട്, ഒളിമ്പിക് മെഡൽ കിട്ടിയപ്പോൾ പോലും ഇത്രയും കൈ വിറച്ചിട്ടില്ലെന്ന്. മമ്മൂക്ക എന്തോ ഗിഫ്റ്റ് കൊടുത്തു. അതെ, കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം എൻ്റെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. അദ്ദേഹം വന്നു കഴിയുമ്പോഴത്തേക്കും അത് സർപ്രൈസ് ആയിട്ട് കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആവും. മമ്മൂക്ക വരുന്നുണ്ട്, നാളെ വരും. ഇല്ല എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കുറച്ച് പേര് വരുന്നുണ്ട്, മമ്മൂക്ക വരുന്ന കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് അദ്ദേഹമായിരുന്നു. അപ്പോഴത്തേക്കും കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആളും കൂടുതൽ അടുത്തുള്ള ബന്ധുക്കൾ പോലെ പറഞ്ഞു, നിങ്ങൾ എന്താണ് വന്നിട്ട് പറയാതെ? ഞങ്ങളെ അറിഞ്ഞില്ല, പിന്നായം പോലെ വന്നു, ആള് കണ്ട് സംസാരിച്ചു, വിഷ് ചെയ്തു. പിന്നെ കോവിഡ് ആയിരുന്നല്ലോ. കോവിഡ് കാലമായിരുന്നു. നമ്മൾ ഈ ജനിച്ചപ്പോ തൊട്ട് കണ്ടുകൊള്ളുന്ന മനുഷ്യനല്ലേ അല്ലേ. അത് കഴിഞ്ഞ് ഇത്തവണ നല്ല ക്വാളിറ്റി ടൈം ഉണ്ട്. ഇത്തവണ കൈരളി TV ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തപ്പം അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ മഞ്ജുച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷേ ആദ്യത്തെയാണല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ എന്തായാലും നമുക്കിനി ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തോന്നുന്നല്ലേ, നമ്മുടെ വണ്ടികളെ പറ്റിയൊക്കെ ഒന്ന് പറയാൻ വേണ്ടി. ഇതൊക്കെ ഓരോരോ ഇതെല്ലാം ഇതിനിടയ്ക്ക് വേറൊരു സാധനം കേട്ടോ, കോൻ ബനേഗ ക്രോർപതി പോയിരുന്നല്ലോ അല്ലേ. അത് കാശ് കിട്ടിയിരുന്നോ? അത് നമ്മൾ പോകുന്ന സെലിബ്രിറ്റിയുടെ ഈവന്റ് പോലെയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും നമുക്ക് അന്ന് ഇവിടെ പ്രളയമൊക്കെ വന്നിരിക്കുമായിരുന്നു. അപ്പം ആദ്യം പോയപ്പോൾ പ്രളയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പ്രളയത്തിലേക്ക് വന്നപ്പോൾ കേരള ചീഫ് മിനിസ്റ്റർ ഫണ്ടിലേക്കാണ് ആദ്യം പൈസ പോയത്. പിന്നെ രണ്ടാമത്തെ തവണ പോയിരുന്നു, അത് ഞാൻ നീരജ് ചോപ്രയായിട്ട് ഒരു ഇതായിട്ട് സോളോ ആയിട്ട്. അപ്പം അന്ന് പോയപ്പോൾ കിട്ടിയ മണി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എഡ്യൂക്കേഷന് വേണ്ടി, കേരളത്തിലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതും ചീഫ് മിനിസ്റ്റർ ഫണ്ടിലേക്ക് തന്നെയാണ് പോയത്. പിന്നെ അത് കാണിച്ചു തരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ. ഒന്നിതാണ്, ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ട്രോഫിയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പം അല്ലല്ല സെന്റ് ആന്റണീസ് ഇവിടെയാണ്. അത് ശരിക്കും പറഞ്ഞ് നിങ്ങളത് കേട്ടാണല്ലോ, പൊട്ടറ്റോ ഗ്യാദറിംഗ് എന്ന് പറഞ്ഞൊരു ഈവന്റ് ഉണ്ട്, അറിയാവോ? അതായത് ഇന്നത്തെ കാലത്തെ ഷട്ടിൽ റൺ എന്നാ പറയുന്നത്. അതായത് ഒരു 5 പൊട്ടറ്റോ ഇങ്ങനെ 5 അടുത്തായിട്ട് വയ്ക്കും. എന്നിട്ട് ഒരിടത്തേക്ക് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കണം. അത് ആരാണോ ഏറ്റവും ഫസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നത് അവർ ജയിക്കും. അതാണ് ഈവന്റ്. അപ്പൊ അതിന് സബ് ജില്ലയിലൊക്കെ ഈവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സബ് ജില്ലയില് സമ്മാനം കിട്ടിയതിന് എന്റെ സ്കൂളിൽ നിന്ന് തന്നതാണ് ഈ ചെറിയൊരു മെഡൽ. പിന്നെ രണ്ടാമത്തെ ഇതാണ്, അതായത് ഞാൻ പഠിച്ച് ജീവരാജ് സ്പോർട്സ് സ്കൂളിലാണ്. ഓക്കെ, ജീവരാജ് സ്പോർട്സ് സ്കൂളിൽ 5-6 വർഷം പഠിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വേൾഡ് കപ്പ്, ജൂനിയർ വേൾഡ് കപ്പ് കളിക്കാൻ പോയിട്ട് ആ വർഷം ക്യാൻസൽ ചെയ്ത് വീണ്ടും റീജോയിൻ ചെയ്തു. അപ്പം അവിടെ നിന്ന് വന്നപ്പം ആ ഗ്രൗണ്ടിൽ നിന്ന് പറക്കി കൊണ്ടുവന്ന മണ്ണായത്. അതായത് 2005, 2006 കൊണ്ടുവന്ന് വെച്ചതാണ്. അതായത് ചെറിയ ഓർമ്മകൾ, കാരണം ആദ്യമായിട്ട് ഹോക്കി പഠിച്ചൊരു സ്ഥലം, എന്താ പറയുന്നത്, ഒത്തിരി വേർപ്പൊഴിക്കൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുക. എന്താ
എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ കുട്ടികൾ ഈ ഹോക്കി എന്ന് പറയുന്ന സംഭവത്തെ പറ്റി തീരെ ചിന്തിക്കാത്തൊരു കാലമല്ല അല്ലേ? ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഫുട്ബോളും ഒരു പരിധി വരെ. കാരണം ഇല്ല, നമുക്ക് ക്രിക്കറ്റ് എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണാൻ കിട്ടുന്നതും എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്നതായിട്ടൊരു രീതിയിലാണ് അല്ലേ? അപ്പം അന്ന് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ പ്രൊഫഷണലിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുന്നത് ഹോക്കി അല്ലെങ്കിൽ ബാക്കി ഗെയിം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് കളിച്ചാൽ എന്തൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ ചെറിയ പ്രായത്തിലെല്ലാം നമുക്ക് എന്താണോ കാണാൻ കിട്ടുന്നത്, അതാണല്ലോ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആവുന്നത്. അവർക്ക് എന്താണോ കാണാൻ കിട്ടുന്നത് അതിലേക്ക് അവർ ഫോക്കസ് ചെയ്യും. അതെ അതെ. കിഴക്കമ്പലത്ത് ഒരു കർഷക കുടുംബത്തിലാണല്ലോ ജനിച്ചത്. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ എന്താ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സേഫായിട്ടുള്ള ജോലിയൊക്കെ കിട്ടി, സർക്കാർ ജോലിയൊക്കെ കിട്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ജീവിരാജയിലേക്കൊക്കെ പോകാൻ പരിപാടി ഇട്ടത് എങ്ങനെയാണ്? അപ്പോൾ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അത്യാവശ്യം സ്പോർട്സ് ചെയ്യായിരുന്നു, സ്കൂൾ ചാമ്പ്യനൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു പി ടി സാർ വന്ന് പറഞ്ഞു, ഇവിടെ സെൻറ്റ് ജോസഫ് പഠിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ശ്രീ ജീവിരാജ് സ്പോർട്സ് സ്കൂളിലേക്ക് ഒരു സെലക്ഷൻ ട്രയൽസ് ഉണ്ട് വരുന്നുണ്ടെന്ന് വെച്ചു. അപ്പം അവിടെ പഠിപ്പിച്ച് റോയ് സാറും ജോസ് സാറാണ്. അപ്പോൾ റോയ് സാറ് കുറച്ചുകൂടെ കൗൺസിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ സാർ ചെയ്യാം. അങ്ങനെയാണ് ചുമ്മാ ട്രയൽസിന് പോയതാണ്, കിട്ടുന്നൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായില്ല. കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓരോരുത്തർ പറയുന്നില്ല സ്പോർട്സ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ടയിലൂടെ ജോലി കിട്ടുമല്ലോ. അപ്പോൾ അത്യാവശ്യം പഠിക്കാനും കുഴപ്പമൊന്നുമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ജീവിരാജ് സ്പോർട്സ് സ്കൂളിലേക്ക് പോയത്. പിന്നെ അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, അതായത് അവിടെ അക്കോമഡേഷൻ ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ അത്യാവശ്യം സ്പോർട്സിന്റെ ചിലവ് മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാകുമ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. അങ്ങനെയാണ് ജീവിരാജ് സ്പോർട്സ് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഈ ആ സ്പോർട്സ് സ്കൂളിൽ പഠിച്ചിട്ട് ഈ സ്പോർട്സിൽ അങ്ങനെ സജീവമായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സാധാരണ സ്കൂളിൽ പഠിച്ച പോലെ തന്നെ ഇറങ്ങാം, അത്രേ ഉള്ളൂ. കാരണം 10 വരെ നമുക്ക് അങ്ങനെയാണ്, സാധാരണ സ്കൂളിന്റെ സിലബസും ഉണ്ട്. പക്ഷെ അതിനകത്ത് പ്ലസ് എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ട്രെയിനിങ് ഉണ്ട്. അതാണ് ഒരു കാര്യം പ്രത്യേകിച്ചുള്ളത്. പിന്നെ +1 +2 വൊക്കേഷണൽ VHSC ആണ്. അപ്പോൾ അതിനകത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 6ാം ക്ലാസ് വരെ LP സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചർ ആവാൻ, അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവാനുള്ള ഒരു മെയിൻ ബേസിക് സർട്ടിഫിക്കറ്റ് +2 കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിൽ വിശാലമായിട്ടുള്ള ജോലി സാധ്യതകളുള്ളത്. ഇപ്പം സാധാരണ ഞങ്ങൾ കേരളത്തിൽ നിന്ന് എല്ലാവരും ചെയ്യുന്നത് BPEd ചെയ്യും, MBEd ചെയ്യും, അത് കഴിഞ്ഞ് NIS എടുക്കും, കോച്ചാവും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകും. അതാണ് ശരിക്കും ഉള്ളൊരു ഇത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മസാജറാകാം, ടീമിന്റെ മസാജറായിട്ട് കയറാം. നല്ലൊരു ശമ്പളമുണ്ട്, വലിയൊരു ശമ്പളമല്ല, പക്ഷെ എന്നാലും നാട്ടിൽ ജീവിക്കുന്നവർക്ക് നല്ലൊരു ശമ്പളമുണ്ട്. അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആവാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം, ഡോക്ടർ ആവാം, അസിസ്റ്റന്റ് കോച്ചസ് ആവാം, പിന്നെ വീഡിയോ അനലിറ്റിക്കൽ കോച്ച് ആവാം, അനലിസ്റ്റ് ആവാം. ജോലി സാധ്യതകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്നത് കോച്ച് ടീച്ചർ ആവണം, പ്രൊഫസർ ആവണം, അല്ലെങ്കിൽ കോച്ചായിട്ട് കയറണം എന്നുള്ള രീതിയാണ്. അതെ അതെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ പോലും അതുമായിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഞാൻ ഏറ്റവും ആദ്യം ബാങ്കിലായിരുന്നു. 18 വയസ്സ്, അതായത് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോയിൻ ചെയ്തു, ചെന്നൈയിലാണ്. അപ്പം അതും എൻ്റെ ജീവിതത്തിലെ കരിയറിലൊരു ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കിയൊരു സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ എല്ലാം ഓപ്പണായിട്ട് ചെയ്യാൻ ധൈര്യം കിട്ടും. അപ്പം അന്ന് ഇഞ്ചുറിനെ കുറിച്ച് പേടിച്ചില്ല, പിന്നെ ഫുള്ള് ട്രെയിനിങ് ആയിരുന്നു, ഫുള്ള്. കാരണം ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് വെച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2012 ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കേരള സർക്കാരിലേക്ക് ഒരു ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അന്ന് ഒളിമ്പ്യൻസിനെല്ലാം കേരള സർക്കാരിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, ഗസറ്റിന്റെ തസ്തികയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അതിനുശേഷം 2014 ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞപ്പം അന്നത്തെ CM ഉമ്മൻചാണ്ടി സാർ ഇവിടെ വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്നു. അതെ, അദ്ദേഹമാണ് ചീഫ് സ്പോർട്സ് ഓർഗനൈസർ എന്ന് തസ്തിക തന്ന് ഞാൻ 2015 സർവീസിൽ കയറുന്നത്. അതെ അതെ. ഇപ്പം ജോയിന്റ് ഡയറക്ടറാണ് അല്ലേ? ജോയിന്റ് ഡയറക്ടറാണ്. എന്നാലും സർക്കാർ ജോലി കിട്ടി. ഇനി നമുക്ക് താല്പര്യമുള്ളൊരു കേസ് ഇവിടെ കിടക്കുന്നു. അതിൻ്റെ ബാക്കി കണ്ടാൽ അറിയാം ഇതൊരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളിൻ്റെ ആണ് ഈ വണ്ടി എന്നുള്ളത്. ടാറ്റ കർവാണ് ഇത്. ടാറ്റ ഗിഫ്റ്റ് ചെയ്തതാണ് അല്ലേ ഇത്തവണത്തെ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ? അപ്പോൾ ഏത് വണ്ടി വേണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചോ, അതോ കർവ് തരിക എന്ന് പറഞ്ഞോ? എന്തായിരുന്നു സംഭവം? അല്ല, കർവായിട്ട് തരുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കർവ് ആ സമയത്ത് ലോഞ്ച് ചെയ്യുന്നൊരു സീസൺ ആയിരുന്നു തോന്നുന്നു. അപ്പം അവര് വിളിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു കർവാണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അന്നത്തെ ഏറ്റവും എന്താ പറയുന്നത്, അവർ വച്ച് നോക്കുമ്പോഴത്തേക്കും ബാറ്ററി ലൈഫ് ഉള്ളതും അല്ലെങ്കിൽ മൈലേജ് കൂടുതലുള്ള ഒരു വെഹിക്കിൾ ആയിരുന്നു. പിന്നെ എന്തൊരു സ്പെഷ്യൽ പേരോടെ പറഞ്ഞു, എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താക്കോലിട്ട് വണ്ടി ഓടുന്നു, പെട്രോൾ അടിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചാർജ് ചെയ്യുന്നു, എല്ലാ വർഷവും കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നു. അതാണ് എൻ്റെ വണ്ടിയുടെ നോളജ്. എൻ്റെ കാര്യത്തിൽ ഹോക്കി ഇങ്ങനെ തന്നെയാണ്. വളഞ്ഞ ഒരറ്റമുള്ള ഒരു വഴി കൊണ്ട് ഇവർ ഓടുന്നു എന്നല്ലാതെ എനിക്ക് ഹോക്കിയെ പറ്റി. കാരണം എന്ന് വെച്ചാൽ
ഒന്ന് ഞാനൊരു വണ്ടിപ്രാന്തനല്ല. കാരണം വണ്ടി എന്നുള്ളൊരു മാധ്യമം ഞാൻ ഉപയോഗിക്കുന്നത് വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ തിരിച്ചു വരണം, അത്രയേ ഉള്ളൂ പർപ്പസ്. അല്ലാണ്ട് അതിനകത്തൊരു ഷോ ഓഫോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യണമോ. ഞാൻ എൻ്റെ വണ്ടിയിൽ എനിക്ക് ഒന്ന് ആകെ ചെയ്തിട്ടുള്ള മോഡിഫൈ എന്നുള്ളത് ആ പുറകിലുള്ള ഒളിമ്പിക്സ് റിംഗ് അടിച്ചു എന്നുള്ളത് മാത്രമേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, ഞാൻ അത്രയ്ക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ള വണ്ടി ഒരു ആളല്ല. പക്ഷെ ഇലക്ട്രിക് യുഗം വന്നപ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റ് എന്തായിരുന്നു അത് ആയിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി സ്വീകരിച്ചത്. അതിന് അങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫോർച്യൂണറാണ് സ്ഥിരമായിട്ട് ഓടിക്കുന്നത്, അതിൽ നിന്ന് ഇലക്ട്രിക് വണ്ടിയിലേക്ക് വന്നപ്പോൾ എന്താണ് വലിയ മാറ്റം ഫീൽ ചെയ്തത്? ഇല്ല, ഫോർച്യൂണർ എപ്പോഴും ഓടിക്കില്ല, അത് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മളല്ലേ, ഞാൻ പറഞ്ഞേ, നമ്മൾ ഏത് ലെവലിലെത്തിയാലും നമ്മുടെ ചിന്ത എപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെയാണ്. അപ്പം 5 പേരുള്ളെങ്കിൽ ഇതുപോലെ എന്നൊരു ചിന്താഗതി വരും. അപ്പം ഇപ്പം ചേട്ടനൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ കുറച്ച് ദൂരയാത്രയ്ക്ക് പോകുമ്പോഴാണ് മിക്കവാറും ഫോർച്യൂണർ എടുക്കുന്നത് എല്ലായിടത്തും. പക്ഷേ ഈ വണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഒരു എന്താ പറയുന്നത്, നമുക്ക് ബിണ്ടാണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പോകാം എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ വണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന വൈഫാണ്. കാരണം ഞാനിവിടെ ഉണ്ടാവാറില്ല, ഞാൻ മിക്കവാറും ബാംഗ്ലൂരായിരിക്കും. അപ്പം അച്ഛനും അമ്മയാണ് ഇവിടെ ഉള്ളത്, പിന്നെ വൈഫും മക്കളും. അപ്പൊ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കോമ്പാക്ട് ആയിട്ടുള്ള വണ്ടി ഇതാണ്. എന്ത് റേഞ്ച് കിട്ടുന്നുണ്ടോ നോക്കിയോ? ഇത് വൈഫ് 400 സംതിങ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്, 400+. പക്ഷേ ഇപ്പോൾ ഞാൻ റീസെന്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 380 390 കാണിച്ചു. പക്ഷെ അത് ഓടിക്കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അതെന്ന് നമ്മൾ ഓടിക്കുന്ന രീതി അനുസരിച്ചാണ് ഇതിന്റെ വരുന്നത്. ഇത് കാരണം നമ്മളിപ്പം മറ്റേ പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ ചിലപ്പം ഓൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന ആയിരിക്കില്ല, കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും കാണിക്കുന്നത്. അപ്പം ഓടിക്കഴിയുമ്പോൾ ചില സമയത്ത് ഇതിപ്പം 390 കാണിച്ചാലും ചില സമയത്ത് ഓടിക്കൊണ്ടിരുന്നിട്ട് ഒന്ന് ഓഫ് ചെയ്തു പിന്നെ ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ 400 കാണിക്കും. ആ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ട് സോളാർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൗജന്യമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടല്ലേ? അല്ല, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് സോളാർ വയ്ക്കാൻ കാരണം എന്നല്ല കേട്ടോ, കുട്ടികളെ ഈ ചൂട് സമയം വരുമ്പോഴത്തേക്ക് ഇവർ AC ഒക്കെ ഇട്ടിട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം കറണ്ട് ചാർജ് മിഡിൽ ക്ലാസ്സുകാരൻ്റെ മക്കളായിട്ടല്ലോ ജനിച്ചത്, ശ്രീജേഷിന്റെ മക്കളാണ്. അപ്പം അവരുടെ ലക്ഷറി ലൈഫിനകത്ത് നമ്മുടെ മിഡിൽ ക്ലാസ് തിങ്കിങ്ങോടെ വന്നപ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു കാര്യം സോളാറാണെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് സോളാർ വെച്ചത്. പക്ഷേ ഇപ്പം ഇതൊക്കെ ഇലക്ട്രിക് ബൈക്കിലോട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്നത്, ഏറ്റവും ലാഭകരമായിട്ട് തോന്നുന്നു. ഈ തുടക്കം എങ്ങനെയായിരുന്നു വണ്ടികളുടെ തുടക്കം? വീട്ടിൽ പണ്ടേ വണ്ടിയുണ്ടോ അതോ? ഇല്ല, ഞങ്ങൾ 2009-10 ആദ്യമായിട്ട് ഒരു ബൈക്ക് മേടിക്കുന്നത്, പൾസർ. അതിവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അത് ഓടിക്കാതിരുന്നേ, ബാറ്ററി കുറച്ച് ചീത്തയായതുകൊണ്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം ആദ്യം മേടിച്ച വണ്ടി പൾസറാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു. അപ്പം ശരിക്കും ഈ ഹോക്കി പ്ലേയേഴ്സിന് ഒരു പ്രത്യേകത, നമ്മൾ തുടക്കം കുറച്ച് സ്ലോ ആയിരിക്കും, ഫിനാൻഷ്യലി ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നാൽ കാറ് മേടിക്കണം, കാർ ഓടിച്ചു പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു സാൻഡ്രോയുടെ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തു. കാരണം അതാണല്ലോ ഓടിച്ചു പഠിക്കുക എളുപ്പം. അപ്പോഴത്തെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. അത് കഴിഞ്ഞ് 2011 ആദ്യമായിട്ട് ആ വണ്ടി വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് സാൻഡ്രോ മേടിച്ചു. സാൻഡ്രോ കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞു 2013 മാരേജ് നടന്നത്. ആ സമയത്താണ് ഫോക്സ് വാഗന്റെ വെൻഡോ വാങ്ങുന്നത്. അപ്പം അതായിരുന്നു കമ്പാനിയൻ. അത് ഈ കഴിഞ്ഞൊരു 1.5 മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നു. യെസ്, കാരണം ഇപ്പം എല്ലാവരും ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ കാനഡയ്ക്ക് പോയാണ്. ചേട്ടൻ അവിടെയാണ്. പിന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ കോച്ചാണ്, അണ്ടർ 21 കോച്ച് ആയതുകൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ബാംഗ്ലൂരിലാണ് ട്രെയിനിങ് സെന്റർ. അപ്പം വണ്ടി ഇവിടെ ചുമ്മാ കിടക്കുമ്പോൾ അത് നശിച്ചു പോകും ഓടുന്നില്ലെങ്കിൽ. അപ്പം പിന്നെ എന്തിനാണ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ചുമ്മാ കിടത്തി ചീത്തയാകുന്ന വിധത്തിൽ ആ വെൻഡോ അങ്ങ് വിട്ടു. പക്ഷെ വെൻഡോ ആയിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു വണ്ടി. അത് ഏകദേശം എന്താ പറയുന്നത്, ഒരു 13 അല്ലെങ്കിൽ 13 വർഷം ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഡീസലായിരുന്നു. ഡീസൽ. കാരണം അത് മേടിക്കാനുള്ള പ്രത്യേകം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഏതാ മേടിക്കണ്ടേ, ഇപ്പം ആ സമയത്ത് ഡിസൈർ ഭയങ്കര ഫേമസ് ആയിരുന്നു, വെർണ ഭയങ്കര ഫേമസ് ആയിരുന്നു. പിന്നെ ഫോക്സ് വാഗൻ ഇന്ത്യയിലേക്ക് വന്നു എന്ന് ബൂമായിട്ട് വരുന്നൊരു സമയമായിരുന്നു. അപ്പം ജർമ്മൻ മെയ്ഡ്, പിന്നെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്, പിന്നെ വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്, പവർ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ആ ഒരു ചോയ്സിലേക്ക് പോയത്. എനിക്ക് ഇപ്പോഴൊരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വണ്ടി അത് തന്നെയാണ്. അതെ. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വെർണയുണ്ട്, ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അത് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഡിസയർ ആണെങ്കിലും ഓടിച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടികളെല്ലാം നല്ലതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു
ബ്രെയിനും ആക്റ്റീവ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇൻഡിക്കേറ്ററും വൈപ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ കിടക്കുന്നത് അല്ലേ. അപ്പം അതൊന്ന് ആക്ടിവേറ്റ് ആവും. പക്ഷെ എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ അതെ. ഇപ്പൊ ഈ വിദേശത്തൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ടല്ലോ, അവിടെയൊക്കെ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതെങ്കിലും കണ്ട കൊള്ളാമെന്ന് തോന്നിയ വണ്ടികളൊക്കെ ഉണ്ടോ? പിന്നെ വണ്ടികൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണെടുക്കാറുണ്ട്. നമുക്ക് ഏത് വെറൈറ്റി വണ്ടികൾ വിൻറ്റേജ് മുതൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് അവിടെ കിട്ടും. പക്ഷേ ഓടിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് സേഫ്റ്റി നോക്കി നടക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ആക്സിഡന്റ് ആവുന്നതാണെങ്കിലും അല്ലെങ്കിൽ റൂൾസിന്റെ കാര്യത്തിലാണെങ്കിലും. കാരണം നമ്മൾ അവിടെ പോകുന്നത് നമ്മുടെ നാടിന്റെ അംബാസിഡേഴ്സ് ആയിട്ടാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പം എന്തിനാണ് ആവശ്യമില്ലാത്തൊരു വയ്യാവേലി എടുത്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ചില ഇപ്പോൾ ടെസ്റ്റ് മാച്ചസ് ഒക്കെ കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ടീം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വാടകയ്ക്ക് എടുക്കും. ഈ എന്താ പറയുന്നത്, ഇപ്പം അത് ഫോക്സ്വാഗൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഫോർഡിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു 12 സീറ്റർ 10 സീറ്റർ അങ്ങനത്തുള്ള വണ്ടികൾ. അപ്പം ചിലപ്പോൾ കളിക്കാൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും കോച്ചസ് അപ്പോൾ ബാക്ക് ടു ബാക്ക് മാച്ചസ് ഉണ്ടെങ്കിൽ അവർ പറയാം, ഞങ്ങൾ അടുത്ത മാച്ച് കണ്ടേച്ച് വരാം. അപ്പോൾ ടീമിനെ കൊണ്ട് പുറത്ത് തിരിച്ചു പോകണമല്ലോ, അപ്പോൾ ഒരു ചാൻസ് കിട്ടും വണ്ടി ഓടിക്കാൻ. അപ്പം നമ്മൾ ആ ചാൻസ് കളയാറില്ല. അപ്പം പക്ഷെ ഇതുപോലത്തെ കാറുകളൊന്നും ആയിരിക്കില്ല. അത് കുറച്ചുകൂടെ മിനി വാൻ ടൈപ്പുള്ള, അതായത് ടീമിൽ എല്ലാവരും കൊണ്ടുപോകുന്ന വണ്ടിയായിരിക്കും. അപ്പൊ ഇതുപോലെ ഇതിന്റെ ഇടയ്ക്ക് ഒരു MG വിൻസറും കിട്ടിയല്ലോ, MGയുടെ വക ഒരു ഗിഫ്റ്റ്. അതിപ്പോ ഇവിടെ ഇല്ല തൽക്കാലത്തേക്ക്, അതൊരു ഫ്രണ്ടിന്റെ അടുത്താണ്. യെസ്, അത് വിൻസർ എന്താ പറയുന്നത്, ഇപ്പം ഈ പാരീസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക സ്പെഷ്യൽ ഇതായിട്ട് തന്നതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MGയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു. കാരണം JSW ആയിരുന്നു ഞങ്ങളുടെ മെയിൻ സ്പോൺസേഴ്സ്. ഒളിമ്പിക്സിന്. അപ്പം അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നവർക്കെല്ലാം MGയുടെ ഇപ്പോഴത്തെ പുതിയ വിൻസർ തരുമെന്നുള്ള കാര്യം. വിൻസർ എന്താ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ഒരു തവളയുടെ ലുക്ക് ഉണ്ടെങ്കിലും അല്ലേ, ഫ്രണ്ട് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ തോന്നുന്നു. പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആണ്. പക്ഷെ എനിക്കൊന്ന് ഇന്റീരിയർ വിൻസർ ആണ് കുറച്ചുകൂടി ഇതിനേക്കാളും ഭംഗി അല്ലേ? അതെ അതെ അതെ, കുറച്ച് അകത്ത് കുറെ സ്പേഷ്യസ് ആണ്. 4 പേർക്കൊക്കെ സ്വസ്ഥമായിട്ട് പുറകിലിരുന്ന് പോകാം. പിന്നെ എന്തുകൊണ്ടാണ് അത് കൂട്ടുകാരന് കൊടുത്തിട്ട് ഇത് നിലനിർത്തിയത്? അല്ല, ഇത് വൈഫിന്റെ ചോയ്സ് ആണ്. വൈഫ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് വൈഫ് ഓടിക്കുന്ന വണ്ടി ആയതുകൊണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു, നമുക്ക് എങ്ങനെയാണ് ഏതാണ് കയ്യിൽ വെക്കേണ്ടത്. അപ്പം വൈഫ് പറഞ്ഞു എനിക്ക് ഇത് മതി, ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. പിന്നെ എന്താ പറയുന്നത്, വൈഫിന് കുറെ കാര്യങ്ങൾ ഭയങ്കര 360 ഡിഗ്രി മറ്റേ ക്യാമറ, പാർക്കിംഗ് എളുപ്പമാണ് എന്നൊക്കെ ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും ഇത് പിന്നെ ആദ്യം വന്ന് ഇതങ്ങ് ശീലിച്ചു അല്ലേ? അതാണ്. അപ്പം എല്ലാവർക്കും ഇതിനകത്തൊരു കംഫർട്ടബിൾ ആയി. പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇത് വണ്ടികളുടെ മണം ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം മറ്റേത് കയറുമ്പോഴത്തേക്ക് അവർക്കൊരു മണം അങ്ങ് സൂക്ഷിക്കുന്നില്ല. അപ്പം ഇത് കുറച്ച് ഇതൊക്കെയാണ് അഗൈൻ ഇത് കാണുന്നവർ വേറെ വിചാരിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലീസിന്റെ ഒരു ഇഷ്യൂസ് ആണ് അല്ലേ. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, നമ്മൾ ലക്ഷറി വണ്ടി മേടിക്കുന്നു, നമ്മൾ അങ്ങനെ പോകുന്നു. പക്ഷെ ഇതൊക്കെ മണം, എത്ര ദൂരെ യാത്ര ചെയ്യുന്നു, ആ മണം എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഏത് എന്താ പറയുന്നത് ഇന്ത്യയിൽ സ്പ്രേ അടിച്ചാലും അവർക്കത് പിടിക്കുകയല്ല. അവർക്ക് ആ ഒരു നാച്ചുറൽ സ്മെല്ല് കിട്ടിയാലും അപ്പം അതുകൊണ്ടാണ് അവസാനം നമ്മൾ ഇത് തന്നെ പിടിച്ചത്. പക്ഷേ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം എനിക്ക് കൃത്യമായിട്ടും മനസ്സിലായി, കാരണം ശ്രീജേഷ് വണ്ടി ഭ്രാന്തനല്ല. കാരണം ശ്രീജേഷിന് ഇപ്പോൾ ഈ ഏറ്റവും പുതിയ ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കിട്ടിയ എന്താ പറയുക പൈസയായിട്ട് കിട്ടിയ ഗിഫ്റ്റുകളെന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ഇപ്പോൾ ഈ കേരള ഗവൺമെൻറ് മാത്രം 2 കോടി രൂപ കൊടുത്തു. പിന്നെ 1 കോടി രൂപ മറ്റേ ഷംസീർ വാലയിൽ അദ്ദേഹം കൊടുത്തു. പിന്നെ ഒറീസ ഗവൺമെൻറ് അടക്കമുള്ളവർക്ക് ഇഷ്ടം പോലെ കോടികൾ കിട്ടി. എന്നിട്ടും ഈ ഒരു പഴയ ഫോർച്യൂണൊക്കെ നിലനിർത്തണമെങ്കിൽ ഒട്ടും വണ്ടി പ്രാന്തല്ല. ഞാനൊക്കെയാണ് ഇപ്പോൾ ഫെരാരിയൊക്കെ വാങ്ങിച്ച് കൂടി ഇട്ടാണ്. അതോടെ കാണാൻ വേണ്ടി. എന്തായാലും ഈ പറഞ്ഞ ഇപ്പോൾ ഇവിടുത്തെ താരം ഇത് തന്നെയാണ് എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ നമ്മൾ കുറെ നാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോർച്യൂണർ. ഇത് നമ്പരൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണോ? 494. ഇതിൽ ഭയങ്കര രസമുണ്ട്. ഞാൻ പറഞ്ഞേ ഫോക്സ് വാഗൻ, അപ്പം അതിന്റെ നമ്പറും 4949 ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിങ്ക് ചെയ്ത് മേടിച്ചതാണ്. അപ്പം ഇതിന് എത്ര 3500 രൂപയുള്ളൂ. 45 ലക്ഷത്തിന്റെ അപ്പം ജസ്റ്റ് ഇത് കണ്ടപ്പോഴത്തേക്കും വാങ്ങി. അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പം അതാരും ബിറ്റ് ചെയ്യാത്തൊരു നമ്പറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ഈ നമ്പർ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ടല്ലോ, ഒറ്റ നമ്പർ വരുന്നത്, ഡബിൾ ഡിജിറ്റ്, അങ്ങനെ. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ കിട്ടിയപ്പം അത് മേടിച്ചതാണ്. അങ്ങനെയാണ് ഈ നമ്പർ എടുത്തത്. പറഞ്ഞു വന്ന വഴിക്കൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ സ്പോർട്സിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നവരൊക്കെ കുറെ പേര് അന്ധവിശ്വാസികളില്ലേ? ഇല്ലേ? ഉണ്ട്. സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനൊന്നുമില്ല. ഇല്ല. എന്താ പ്രാർത്ഥിച്ചിട്ട് കയറാന്നുള്ളൂ? പ്രാർത്ഥിച്ചിട്ട് കയറാം, ദൈവമേ കാത്തോളെന്ന് മാത്രമേ പറയുള്ളൂ. അതെ, അല്ലാണ്ട് ദൈവമേ ബോൾ പിടിക്കാൻ സഹായിക്കണം അങ്ങനെയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മാറാനൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര വിശ്വാസമായിരുന്നു നമുക്ക് ദൈവത്തിൽ നിന്നല്ല, ഇങ്ങനെ അന്ധവിശ്വാസം പോലെ. ഒരേ രീതിയിൽ പാഡ് കെട്ടണം, അല്ലെങ്കിൽ ഒരേ രീതിയിൽ കളിക്കാൻ ഇറങ്ങണം. ചിലപ്പം
ചില പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട് ഒരേ അണ്ടർവെയർ മാച്ചിന് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വിശ്വാസമാണ് ഒരേ ബ്രാൻഡിന്റെ ഒരേ കളറിലുള്ളത് മേടിച്ചു വയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള അത് നമ്മൾക്കിപ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അതെ അതെ അതെ, വിശ്വാസം. പിന്നെ അവർ ഉപയോഗിക്കുന്ന സ്റ്റിക്കിന്റെ കളർ എപ്പോഴും ഒരേ കൂട്ടർ കളർ യൂസ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരേ ബ്രാൻഡിന്റെ ഒരേ ഷൂ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറെ വിശ്വാസമുണ്ട്. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു വിശ്വാസമുള്ളവരുണ്ട്. അപ്പം എനിക്കും വിശ്വാസമുണ്ട്. അങ്ങനെ എന്താ പറയുന്നത് ഒരേപോലെ പാഡ് കെട്ടുന്നത് എൻ്റെ വിശ്വാസമായിരുന്നു. പിന്നെ വലതുകാലം വെച്ച് കയറാന്നൊക്കെയാണല്ലോ നമ്മൾ ഹിന്ദുസ്, അതെ വിശ്വാസം, ഒരു പൊതുവിശ്വാസം അങ്ങനെയാണ്. അപ്പം കുറച്ചു കാലം ഞാനിങ്ങനെ ചെയ്തിട്ട് കളികൾ തോക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആകെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരേ അന്ധവിശ്വാസം ഗ്രൗണ്ടിൽ കയറുമ്പോൾ ഇടതുകാലം വെച്ചാൽ കയറത്തുള്ളൂ. കാരണം ഈ വലതുകാല് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു വിശ്വാസമായി, ഒരു ഭയങ്കര ഇതായിരുന്നു. കാരണം ഒരു മാച്ച് കളിക്കുമ്പം ഇടതുകാലം വെച്ചെങ്ങാനും കയറിപ്പോയി കഴിഞ്ഞാൽ അറിയാണ്ട് പിന്നെ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. എന്നാൽ അത് മാറ്റണമല്ലോ എന്ന് ഓർത്തിട്ട് ഇടതുകാലം വെച്ച് കയറി ഇപ്പം ഇടതുകാല് ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയി. അതൊരു അന്ധവിശ്വാസമായിട്ട് മാറി. അപ്പം ഇപ്പോഴും കളിക്കാൻ പോയാൽ ഞാൻ ഇടതുകാലം വെച്ച് കയറി. അതെ അതെ അത് അങ്ങനെ അല്ല, ശരിക്കും ഈ 13 എന്ന് പറഞ്ഞ നമ്പർ പലർക്കും വിശ്വാസം. പക്ഷെ പല ഹോട്ടലുകളിൽ ഇപ്പൊ 13 വന്നു തുടങ്ങി. തിരിച്ച് അതിലേക്ക് വരുന്നു. യൂറോപ്പിൽ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞേ, പിന്നെ കളിക്കുന്ന സമയത്താണെങ്കിലും ചില സമയത്ത് കളി 1-0 തോറ്റു നിൽക്കുമായിരിക്കും. ഞാൻ മുട്ടിപ്പാട്ട് ദൈവമേ കാത്രക്ഷിനെ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിപ്പിക്കണേ, പക്ഷെ ഒന്നും നടക്കാറില്ല. അപ്പോഴത്തേക്കും പിന്നെ വിശ്വാസം, ദൈവവിശ്വാസം ഇല്ലെന്നല്ല, ദൈവവിശ്വാസം ഉണ്ട്, നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷെ കളിക്കുന്ന സമയത്ത് നമ്മുടെ കഴിവും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ഹാർഡ് വർക്കും അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കാറ്. അപ്പൊ ഇതിപ്പോ എടുത്തിട്ട് എത്ര കാലം ഇപ്പോ? ഇത് 2021 ടോക്കിയോ കഴിഞ്ഞിട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞ് ഇത് അന്ന് പോലെ ഉപദേശകൻ ഈ വണ്ടികൾ വാങ്ങിക്കും, ഇത് വാങ്ങിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന ഇല്ലില്ല. ഞാൻ ഇന്നോവ മേടിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇന്നോവ വന്നു. ഇന്നോവ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവെല്ലാം എടുത്തു. അന്ന് ഹൈബ്രിഡ് ഒന്നും വന്നിട്ടില്ല. അപ്പം അത് കഴിഞ്ഞു ഇന്നോവ പോയപ്പം അച്ഛന് സന്തോഷമില്ല. അച്ഛൻ പറഞ്ഞു എടാ വേണ്ട എന്ന് വെച്ചാൽ അതെന്താ, അല്ല ഇന്നോവ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് എല്ലാ ആൾക്കാരുടെയും കയ്യിലുണ്ട്. അപ്പം എല്ലാവരും അഡ്വൈസൊക്കെ തന്നുട്ടോ, BMW വാങ്ങുക, അല്ലെങ്കിൽ മെർസിഡീസ് വാങ്ങുക, അത് വാങ്ങുക. അപ്പം എനിക്ക് ആ ഒരു വണ്ടികളോട് അത്രയ്ക്കൊരു ഭ്രമമില്ല. അപ്പം നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേരുണ്ട് ഇവിടെ. അപ്പം 5 പേരല്ല, ആക്ച്വലി 6 പേരെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ കുട്ടീനെ ഇപ്പോൾ അവൻ വലുതായി, അപ്പോഴത്തേക്കും 6 പേരുണ്ട്. അപ്പം 6 പേർക്ക് കമ്പാക്റ്റ് ആയിട്ട് പോകണം. പിന്നെ ചേട്ടനൊക്കെ വരുമ്പോഴാണെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പോകണം. അപ്പോൾ ഒരു 7 സീറ്റർ അങ്ങനെയാണ് ഇന്നോവ ചൂസ് ചെയ്തത്. ഇന്നോവ വന്നു. അപ്പോൾ അച്ഛനിങ്ങനെ ഒരു സന്തോഷമില്ല. അച്ഛൻ പറഞ്ഞു ഇല്ലടാ അത് വേണ്ട, നമുക്കത് ഇന്നോവ എന്ന് പറയുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ടൊരു വെഹിക്കിളാണ്, നമുക്ക് എന്തെങ്കിലും വേറെ എടുക്കാം. അപ്പം നോക്കിയപ്പോഴാണ് അതിൻ്റെ നെക്സ്റ്റ് എന്തോ ഫോർച്യൂണറുണ്ട്. അത് ഞാൻ പറഞ്ഞു എന്നാൽ നെക്സ്റ്റ് നിങ്ങൾ നാളെ വരുമ്പോൾ ഫോർച്യൂണർ കൊണ്ടുപോകും, ഞാൻ ഓടിച്ച് നോക്കട്ടെ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്നു. അച്ഛനെ കയറ്റി ഇരുത്തി. അച്ഛൻ കയറി ഒന്ന് കണ്ടു. എന്നാൽ അത് കുഴപ്പമില്ല, അതിനേക്കാൾ നല്ലത്, എന്ന് നോക്കി തിരക്കാം. അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ഇരുന്ന് ചിന്തിച്ചൊന്നും എടുത്തൊരു വണ്ടിയല്ല. കാരണം ഇന്നോവയുടെ നെക്സ്റ്റ് എന്താണ് ബെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് പോയത്. പക്ഷെ ഇതിന്റെ ബാക്കി ഇരിക്കുന്നവർക്ക് ബോഡി റോൾ ഉണ്ടെന്നുള്ളൊരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങോട്ട് അതിന് പോകാറില്ലല്ലോ. നമ്മൾ ഇപ്പോഴും 2 റോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതെ അതെ. സെക്കൻഡ് റോയിലും അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഹൈ റേഞ്ചിൽ നിന്നൊക്കെ വരുമ്പോഴാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ഒരു ബോഡി റോള്, അത് പരാതിയാണെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെവി വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇല്ലായിരിക്കും. ഇപ്പം പുറകിൽ നമ്മൾ ഒരാളെ വെച്ചിട്ട് നല്ലൊന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ അയാൾ അവിടെ നിന്ന് ഇവിടെ തെറിച്ച് വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ എഗെയിൻ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്നു. പിന്നെ ഹൈ റേഞ്ച് രാജക്കാടാണ് വൈഫിൻ്റെ വീട്. പക്ഷേ എനിക്കൊന്നും ഒരു ഡ്രൈവറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ പുറകിലുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വരാം. ഇതുവരെ ഇതിൽ കയറിയിട്ട് ആരും ഛർദ്ദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പം 2 വീലർ ഉപയോഗിക്കുന്നില്ല. 2 വീലർ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് കിഴക്കമ്പലം ബാക്ക് ടു ഹോം, അത്രേ ഉള്ളൂ. കിഴക്കമ്പലത്തൊക്കെ പോയി സാധാരണക്കാർ നിൽക്കുന്ന പോലെ അതിനൊന്നും കുഴപ്പമില്ല. അതിന് എൻ്റെ വീട്ടില് സെർവൻസ് ആരുമില്ല. സാധനം മേടിക്കാൻ അച്ഛനോ ഞാനോ പോകുന്നത്. അതെ അതെ അതെ. ഈ വണ്ടികൾ ഞങ്ങൾ തന്നെ കഴുകുന്നൊക്കെ. പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് കാർ വാഷിൽ നിന്ന് വിളിച്ച് അവരൊന്ന് വാഷ് ചെയ്ത് തരും. പിന്നെ ആദ്യത്തെ അതെ അതെ. വണ്ടി ഓടിക്കാൻ എന്താ പറയുന്നത് ഒരു ഇതില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തുടങ്ങിയത്. അത് ഞാൻ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ വണ്ടിയാണ്, ഈ ബൈക്കാണ്. അപ്പം പ്രൊഫഷണൽ പ്ലെയർ ആയി കഴിഞ്ഞിട്ട് ഈ ബൈക്കിൽ ഒത്തിരി പോയിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി മേടിച്ചു ഒരു 2 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 10-20,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വണ്ടി 25,000 കിലോമീറ്റർ ഇല്ല, പിന്നെ ഓടിയിട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയൊരു അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രീ ഈ എന്താ പറയുന്നത്, ബൈക്കിൽ നിന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ കരിയർ
പോകും. അപ്പം അതുകൊണ്ട് ബൈക്ക് അധികം യൂസ് ചെയ്യേണ്ടെന്നൊരു അഡ്വൈസ് കിട്ടിയപ്പോൾ ഒരു ഇഞ്ചുറി ഒക്കെ വന്നാൽ കുറെ കാലം വിട്ടു നിൽക്കേണ്ടി. അതെ. അപ്പം പിന്നെ അല്ല കരിയർ തീരും. കാരണം ബൈക്ക് ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവറി, പിന്നെ അത്രയും ടൈം സ്ലോട്ട് നമ്മൾ ടീമിലില്ലാതെ കുറെ കാലം പുറത്തേക്ക് പോകുന്നതുകൊണ്ടും നമുക്കൊരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ബൈക്കിനെ പതുക്കെ അങ്ങ് ഒഴിവാക്കി. പിന്നെ ഇപ്പം എല്ലാം അത്യാവശ്യം ഈ കിഴക്കമ്പലം നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ മാത്രമേ എത്തുള്ളൂ. അതെ. ഇവിടെ ഒരു കക്ഷി മറഞ്ഞു കിടക്കുന്നുണ്ട്, അത് അനീഷ്യ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഭാര്യ? ഇല്ല, വൈഫ് ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മക്കളൊക്കെ കുറച്ചുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതുകൊണ്ട് മക്കളിലേക്ക് കുറച്ച് ഫോക്കസ് കൊടുക്കണമല്ലോ. കാരണം ഞാൻ എന്തായാലും ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മക്കളെ, വൈഫും വർക്ക് ചെയ്യുന്നു, മക്കളെ നോക്കാനുള്ളത്തേക്ക് രണ്ടുപേർക്കൊരു വിഷമം. അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, ഞങ്ങളുടെ ഈ സ്പോർട്സ് താരങ്ങൾക്കെല്ലാം ലൈഫ് എന്ന് പറഞ്ഞ ഒരു കുതിരയുടെ അവസ്ഥയാണ്. പന്തയത്തിൽ നിൽക്കുന്നിടത്തോളം കാലം വിലയുണ്ട്, പന്തയം കഴിഞ്ഞില്ല. പോലീസുകാരുടെ അവസ്ഥ. അതെ. ഇത് കഴിഞ്ഞ് പക്ഷെ ഡോക്ടർമാരാണ് ഈ ചാവുന്ന ഡോക്ടർ. അപ്പം അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ എന്നാ വൈഫ് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കുട്ടികളെ നോക്കാം. അതിനുശേഷം പിന്നെ ഇപ്പൊ വൈഫ് ഒരു പുതിയൊരു ജോലിക്ക് വേണ്ടി ഇപ്പൊ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ നോക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പം അവിടെ ഇരുന്ന് അതിനെടുത്ത് നമ്മൾ പതുക്കെ ഭാര്യ പറഞ്ഞ ലോങ് ജമ്പ് ചാടാൻ വേണ്ടി ജീവിരാജയിൽ വന്ന ആളാണ്. അവിടുന്ന് ചാടി നേരെ കൊണ്ടുവരാൻ ചെയ്തത്. അതെ. ഞങ്ങൾ ഏകദേശം ഒരു 10-12 വർഷത്തോളം സ്നേഹിച്ചതിന് ശേഷമാണ്. 12 വർഷം. അതെ. 2013 മാരേജ് കഴിഞ്ഞത്. അതെ. ഇപ്പോഴത്തെ പുതിയ പിള്ളേരെ പോലെ തേച്ചിട്ടൊന്നും പോയില്ല. അല്ല, ഇന്നത്തെ കുട്ടികളുടെയൊക്കെ കോൺസെപ്റ്റ് മാറുന്നു. എന്തായാലും വളരെ സന്തോഷമായിട്ട് ഈ ഒരു സ്ഥലവും ഗംഭീര സ്ഥലം കേട്ടോ. നമ്മൾ കിഴക്കമ്പലത്തിൻ്റെ ഇത്ര ഇന്റീരിയറുകളൊക്കെ അങ്ങനെ വന്നില്ല, നല്ല രസമുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എപ്പോഴും സംശയം തോന്നിയായിരുന്നു, ഇപ്പം നമ്മൾ സജീവമായിട്ട് സ്പോർട്സ് നിൽക്കുന്ന സമയത്ത് നമുക്ക് പൈസയും ഫെയിമും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഈ പലപ്പോഴും കാണുന്നത് നിങ്ങളെപ്പോലുള്ള സ്പോർട്സ് താരങ്ങളൊക്കെ നിന്ന നിപ്പിൽ വിരമിക്കുന്നു. അതായത് ഏറ്റവും ഈ പറഞ്ഞ കുതിര ഏറ്റവും കൂടുതൽ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിരമിക്കുന്നു. എന്താ ടെൻഷൻ സഹിക്കാൻ പറ്റാതെയാണ്, സമ്മർദ്ദങ്ങൾ? അല്ല, ശരിക്കും സമ്മർദ്ദങ്ങളാണല്ലോ നമ്മളവിടെ എത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കംഫർട്ട് സോൺ നിങ്ങളുടെ അൺകംഫർട്ട് സോൺ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ കളിക്കുമ്പോൾ എത്രത്തോളം പ്രഷർ ഉണ്ടാവുമെന്ന് ചേട്ടൻ ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അപ്പം അതല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ റിട്ടയർമെന്റ് എടുക്കാനുള്ള മെയിൻ റീസൺ, ഞാൻ ഈ ഗെയിം ഒരു 24 വർഷം കളിച്ചു. 2000 ആദ്യമായിട്ട് ഹോക്കി സ്റ്റിക്ക് കൈ പിടിച്ചത്. അപ്പം ഈ ഇത്രയും കാലം കളിച്ചതിന് ശേഷം എനിക്ക് തോന്നി എന്നെ ആരും പറഞ്ഞു വിടരുത്. ഇപ്പം ഞാൻ ഈ കളിയിലെ രാജാവാണ്, ഞാൻ പോകുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് പോകണം അല്ലേ. അപ്പം അത് കുറച്ച് കാലമായിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം എന്താ പറയുക, 2021 ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെറിയൊരു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം എന്താ പറയുന്നത്, ഈ പാരീസ് ഒളിമ്പിക്സ് വന്നപ്പോഴത്തേക്കും അതൊന്ന് ഭയങ്കര വലുതായിട്ട് മനസ്സിലേക്ക് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോക്കിയിൽ ആരും ഒരു പ്രോപ്പർ റിട്ടയർമെൻറ്റ് എടുത്തിട്ടില്ല. അതായത് എല്ലാവരും ടീമിൽ നിന്ന് പുറത്തായതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഞാൻ നിർത്തുവാണ് എന്ന് 1-2 പേരെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു പ്രോപ്പർ, അതായത് ഗ്രൗണ്ടിൽ നിന്നും ഞാൻ ദേ പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഇത്രയും വർഷം കളിച്ചിട്ട് ഞാനത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് പറ്റുന്ന ഒരു ഹോക്കി പ്ലെയർ എന്ന നിലയിൽ അതിന് പറ്റുന്ന ഏറ്റവും വലിയ വേദി ഒളിമ്പിക്സ് മാത്രമാണ്. അല്ലാതെ ചെറിയ ടൂർണമെന്റ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ചില അഹങ്കാരം ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം അങ്ങനെയാണ് എന്നാൽ പാരീസ് ആയിക്കോട്ടെ, അതിനേക്കാളും വലിയൊരു സ്ഥലം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങ് റിട്ടയർ ചെയ്തു. അതെ. എങ്കിലും ആ ഒരു ബഹളവും കയ്യടിയൊക്കെ മിസ് ചെയ്യല്ലേ? ഇല്ല, എഗെയിൻ ഇതൊരു മെന്റൽ പ്രിപ്പറേഷനാണ്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നാളെ നിർത്തിയേക്കാം, അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തീരുമാനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, എൻ്റെ റൊട്ടീൻ നോർമലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കുന്നു, ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഗ്രൗണ്ട്, അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് റെഡിയായിട്ട് എന്തെങ്കിലും വായിക്കുകയോ എന്തെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, ഒരു നാപ്പ്, ഒരു അരമണിക്കൂർ നാപ്പ് എടുക്കും, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് റെഡിയായിട്ട് വീണ്ടും വൈകിട്ട് ട്രെയിനിങ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കുറച്ച് കൂട്ടുകാരോട് ഇരിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണ് എൻ്റെ റൊട്ടീൻ. ഇതാണ് കഴിഞ്ഞൊരു 20 വർഷമായിട്ടോ അല്ലെങ്കിൽ ഒരു 23 വർഷമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം. അത് മാറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട്ടുകാരുടെ ട്രാവലിങ്ങിന് ഇപ്പോൾ കളിക്കാൻ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പാണത്, ഒരു 20 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ട്രിപ്പാണ്. അപ്പം ഇതൊക്കെയുള്ള കാര്യങ്ങൾ, അതാണ് ജീവിതമായിരുന്നു. അത് സഡൻലി മാറി ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ട് മാറി. ഇപ്പോൾ ഫാമിലി ഉണ്ട്, മക്കൾ കൂടെയുണ്ട്, വൈഫ് കൂടെയുണ്ട്, അച്ഛനും അമ്മയുടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അത് മനസ്സിലാക്കാൻ ഒത്തിരി മെൻ്റൽ പ്രിപ്പറേഷൻ എടുക്കേണ്ടി വന്നു. അതെ. പിന്നെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം പിന്നെ ഞാൻ നോർമലേ
എന്തായാലും ഓൾറെഡി മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമാണ്. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഇനി ഈ ഒരു ജീവിതം എന്നങ്ങ് പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. അതെ അതെ. എങ്കിലും കോച്ചായിട്ട് തുടരുകയാണെങ്കിലും ഇതേ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ പിന്തുടരുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് അങ്ങനെ ഫിറ്റ്നസ് ഒക്കെ അല്ലേ? കോച്ചായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാം, ഇത് പറ്റില്ല. ഇത് ട്രെയിനിങ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാവരും നന്നായി ചെയ്തോ. ഇപ്പം നമ്മളെല്ലാ സെഷൻ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അടുത്ത സെഷൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതെല്ലാം ചാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കുറേ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഉണ്ടാവും. ഒരു കോച്ചായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ചീഫ് കോച്ചാണ്, അപ്പോൾ എൻ്റെ കീഴിലുള്ള 8 സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കീഴിലുള്ള 40 പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ വിദേശത്തുള്ള മാച്ചസുകളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം ഇതെല്ലാം ചെയ്തിട്ടാണ് അപ്പം കുറച്ചുകൂടെ ബിസിയാണ്. അപ്പം പക്ഷേ എന്നാലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ അതെ. ശരി. ഇനിയിപ്പോൾ എന്താണ് പരിപാടി? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ജീവിതാവസാനം വരെ ഒരു ഹോക്കിയുടെ ലോകത്ത് തന്നെ ജീവിക്കാനാണോ, അതോ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടൊക്കെ അടിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകുമോ? ഇല്ല, എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു 2 വർഷം ബ്രേക്ക് എടുക്കണം. അതായത് എനിക്ക് ഓഫീസിൽ പോകണം. അവിടെ ഒരു ഓഫീസിലൊരു നെയിം പ്ലേറ്റും ഒരു എന്താ പറയുക ഒരു കസേരയും ഒരു ടേബിളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഓഫീസിൽ പോകണം, വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ആദ്യം. പക്ഷേ കോച്ചിങ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നപ്പം എല്ലാവരും പറഞ്ഞു നല്ലൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ലേറ്റസ്റ്റ് ഹോക്കി കളിച്ചതുകൊണ്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെയാണ് സഡനായിട്ട് ചേഞ്ച് ആയത്. അപ്പം ജീവിതം ഇപ്പോൾ എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ആണ്. അടുത്ത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പോകുന്ന പോലെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. കാരണം നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഇല്ല, ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഫാമിലിയുടെ കാര്യത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓക്കെ ഇത് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് പോകുന്നു. അതെ അതെ. ഇനിയിപ്പം നാളെ ഒരു ദിവസം മതിയെന്ന് തോന്നുവാണെങ്കിൽ ഒരു പക്ഷേ ഒരു റിട്ടയർമെന്റ് എടുക്കാൻ തോന്നുവാണെങ്കിൽ അന്ന് അവിടെ നിന്ന് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാം. അതെ അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ഒളിമ്പിക്സിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ധ്യാൻചന്ദിനൊക്കെ ശേഷം വീണ്ടും ഒരു ഗ്ലാമർ പരിവേഷം വന്നിട്ടുണ്ട് ഹോക്കിക്ക് അല്ലേ? അത് കുട്ടികളിലും കാണുന്നുണ്ടോ? അതായത് കൂടുതൽ ആൾക്കാർ ട്രെയിനിങ്ങിന് വരികയൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്നലെ ഇപ്പം ട്രിവാൻഡ്രത്താണ് ഇന്നലെ വന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് കൊല്ലത്ത് പോയിരുന്നു. കൊല്ലത്ത് ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നുണ്ട്. 150 കുട്ടികളുണ്ട്. ശരി. യെസ്. 4ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ 10 പ്ലസ് 2 വരെയുള്ള കുട്ടികളൊക്കെ 150 പേര് അവിടെ എന്താ പറയുക ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജില്ലയിൽ മാത്രം 150 കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചാണ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പം കളികൾക്ക് ഇപ്പം ഇന്നത്തെ കാലഘട്ടം കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ്. അവിടെ സക്സസ് കാണിക്കാൻ പറ്റുമോ? നിങ്ങളാണ് രാജാക്കന്മാർ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ വിജയവും നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാളും കൂടുതൽ കുട്ടികളാണ് സന്തോഷിക്കുന്നത്. പിന്നെ അവർക്കൊരു ആഗ്രഹം തോന്നും, ഇവർ ജയിച്ചല്ലോ എനിക്കും ജയിക്കണം. അപ്പം എനിക്കൊന്ന് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പേരിനേക്കാളും സക്സസ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നന്നായി ജയിക്കുന്നുണ്ട്, ടീം പെർഫോം ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്നെ സംബന്ധിച്ചോളം കുറേ കുട്ടികളെ ഞങ്ങൾ ഹോക്കിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ. ഒത്തിരി മാറ്റമുണ്ട് ഹോക്കിയിൽ ഇന്നത്തെ കാലത്ത്. അതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു കായിക താരം ഒരു റോൾ മോഡലായിട്ട് കാണുന്ന കായിക താരം ആരാണ്? അതിപ്പം ഹോക്കി ആയിരിക്കണം എന്നൊന്നുമില്ല, ജീവിതത്തിൽ അങ്ങനെ കാണുന്ന ഒരാളാരാണ്? എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ അതെ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ആ ലോകം ഭരിച്ചൊരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും താരങ്ങൾ ഒത്തിരി പേരുണ്ടെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊരു ഇതിഹാസം കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനേക്കാളും പേരെടുത്ത ബോളേഴ്സ് ഉണ്ടായിരുന്നു ലോകത്ത്. അതായത് കണ്ണടച്ച് കഴിഞ്ഞ ഒരു 10 പേര് നമ്മളിങ്ങനെ ടക്കടക്കടക്കടോ എന്ന് പറയായിരുന്നു. അത്രയും വലിയ ബോളേഴ്സ്. ഇപ്പം പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ലോകം ഭരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിനെ വളരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. വ്യക്തി ജീവിതത്തിലും പുള്ളി ഗിമ്മിക്സിനൊന്നും പോകാതെ പുള്ളി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ എപ്പോഴും നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക സ്പോർട്സ് താരം എന്ന രീതിയിൽ അദ്ദേഹത്തെയാണ് എപ്പോഴും ഒരു എന്താ പറയുക റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹത്തെ പോലെ നമുക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ ശ്രമിക്കാറുണ്ട്. അതെ. അപ്പോൾ ഇനി മക്കൾ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും 2 സ്പോർട്സ് താരങ്ങളാണ്. മക്കൾക്ക് സ്പോർട്സ് താല്പര്യങ്ങളുണ്ടോ? അവരുടെ ഫിസിക്കുണ്ട് സ്പോർട്ടിനുള്ള. പക്ഷേ ഞാൻ ഇതുവരെ അവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കൂടെ അടുത്തൊരു അക്കാഡമി ഉണ്ട്, ലയൺസ് ക്ലബിൻ്റെ ഒരു ശ്രീജേഷ് അക്കാഡമി എന്ന പേരിലൊരു അക്കാഡമി ഉണ്ട്. അപ്പോൾ അവിടെ ഇവരെ ഫുട്ബോളിനും ബാഡ്മിൻ്റനൊക്കെ വിടുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കമ്പൽസറി. ഇത് അവരുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു അവർ സ്വന്തമായിട്ടൊരു ആഗ്രഹം കൊണ്ട് വരട്ടെ, എന്നിട്ട് വേണമല്ലോ നമ്മൾ അവരെ കളിപ്പിക്കാൻ. അല്ലാതെ നമ്മളായിട്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബേർഡനായിട്ട് അവർക്കായിട്ടും തോന്നും. ഈ അച്ഛൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ കളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും കളിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തോന്നിപ്പിക്കരുത്. സിനിമാ നടന്റെ മകൻ സിനിമാ നടനാകണമെന്നൊന്നുമില്ല. അതെ അതെ അതെ. അപ്പം ഞാൻ അവരുടെ ഇഷ്ടത്തിന് ഇതുവരെ വിട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അതെന്തായാലും നടത്തിക്കുന്നോ ഓടിക്കുന്നോ ജിമ്മിൽ കൊണ്ടുപോകുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു ഫോഴ്സ്ഫുള്ളായിട്ട് ഇന്ന തന്നെ കളിക്കണം എന്നൊന്നുമില്ല അവർക്ക്. പിന്നെ ഈ കുട്ടികളാകുമ്പോഴത്തേക്കും ഈ കുട്ടികളുടെ മനസ്സെന്ന്
പറഞ്ഞ കുരങ്ങ് പോലെയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ അപ്പുറച്ചാടും, അപ്പുറന്ന് ഇപ്പുറച്ചാടും. അപ്പം എൻ്റെ മോള് ആദ്യം എന്താ പറയുന്നത്, സിന്ധു ജയിച്ചു കഴിഞ്ഞപ്പോൾ ബാഡ്മിൻ്റണിൽ എനിക്ക് സിന്ധു ആയാൽ മതി, എനിക്ക് ബാഡ്മിൻ്റൺ വേണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇല്ല, എനിക്ക് ഫുട്ബോൾ കുറച്ച് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. മോന് വിരാട് കോഹ്ലി ആയിരുന്നു ആദ്യം, വിരാട് കോഹ്ലി അവൻ ബാറ്റ് എടുത്ത് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബുംറയായി, പിന്നെ ബോളിംഗ് ആയിരുന്നു. ഇപ്പം പിന്നെ ഒന്നുമില്ല, ഇപ്പം ആള് ഡീസൻ്റ് ആയിരുന്നു. അപ്പം അവരുടെ ഒരു തീരുമാനം ആവട്ടെ എന്ന് വിചാരിച്ച്. എന്നാലും ഈ പറഞ്ഞ 130 കോടി ജനങ്ങളുടെ നോട്ടം ഒരു കാലത്ത് ശ്രീജേഷിലേക്ക് മാത്രമായൊരു സമയമുണ്ട്. ആ സമയത്തെ സമ്മർദ്ദമൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്താണല്ലേ, ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. വെറും കൈയോടെ വന്നു കഴിഞ്ഞാൽ ഈ ജനം എല്ലാം തിരികെയും ചെയ്യും. അതാണല്ലോ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെ 2012 എന്നൊരു വർഷം ഇതുണ്ട്, 2012 ഇവിടെയുണ്ട്. ഇത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലെ എന്താ പറയുന്നത് അവിടുന്ന് മേടിച്ച ബാൻഡാ. ഇത് 2024 അതായത് എന്റെ കാരിയർ. അതെ, ഇത് ഫസ്റ്റ് ഒളിമ്പിക്സ്, ഇത് ലാസ്റ്റ് ഒളിമ്പിക്സ്, അത്രേ ഉള്ളൂ. അപ്പം 2012 ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ ഒരു കളി പോലും ജയിച്ചില്ല ഒളിമ്പിക്സിൽ. അപ്പം അന്ന് കേട്ട ചീത്തവിളിയും നാണക്കേടും പരിഹാസങ്ങളും ഒക്കെ ഭയങ്കര വലുതാണ്. പക്ഷെ ഒരുപക്ഷെ അതായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിത്തറ. ശരി, അവിടെ നിന്നാണ് ബാക്കിയെല്ലാം കെട്ടിപ്പൊക്കിയതല്ല. വിജയിക്കണം എന്നൊരു തോന്നൽ വന്നത് തീർച്ചയായിട്ടും. വിജയിക്കണം എന്ന് തോന്നൽ ഇല്ല, അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിക്സിന് പോകുന്ന എല്ലാവരും, ഇന്ത്യയിൽ നിന്നല്ല ഏത് രാജ്യത്ത് നിന്ന് പോകുന്ന എല്ലാവരും എനിക്ക് ഒളിമ്പിക്സ് മെഡലുമായിട്ട് വരണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം നിൽക്കുന്നവരാണ്. അതായത് ഏകദേശം 4 വർഷം കൊണ്ടാണ് അവർ ആ ഒളിമ്പിക്സ് വരെ എത്തുന്നത്. ഈ ഒളിമ്പിക്സിൽ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതാർക്കും മനസ്സിലാവാത്തതാണ്. അപ്പം അങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെന്ന് കളിച്ച് തോറ്റു വരുമ്പോഴത്തേക്കും എടാ പോട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം ഇവനൊക്കെ എന്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ നീയൊക്കെ എന്തിനാണ് കളിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് ഭയങ്കര വിഷമമുണ്ടാകുന്നതാണ്. അപ്പം ആ ഒരു കാലഘട്ടം കണ്ടതുകൊണ്ട് ഇപ്പം ചെന്ന് നമ്മൾ മെഡൽ മേടിച്ചിട്ട് വരുമ്പോഴും നമുക്കറിയാം, ഓക്കെ അന്ന് കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു ഓർമ്മ മനസ്സിൽ കിടക്കുമ്പോഴത്തേക്കും അഹങ്കരിക്കാനും തോന്നില്ല, അല്ലെങ്കിൽ അട്ടഹസിക്കാനും തോന്നില്ല. നമുക്ക് ഇത് മതി, അപ്പോൾ ഇത് മതി. കാരണം എപ്പോൾ ആൾക്കാർ എങ്ങനെ തിരിയും നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ജീവിച്ചു പോയത്. എങ്കിൽ പോലും ഈ ഒരു വലിയ നേട്ടം നേടി വന്നപ്പോൾ രാജ്യം എന്താണ് സ്വീകരിച്ച ആ ഒരു രീതി തീർച്ചയായിട്ടും നമ്മളല്ലേ അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു സ്വീകരണമല്ലേ? അതെ, ഉറപ്പായിട്ടും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ എനിക്ക് അതിനകത്ത് ചെറിയൊരു വിയോജിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അവിടെ ഒളിമ്പിക്സിന് വേണ്ടി പോകുന്ന എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വെൽക്കം കൊടുക്കണം. ഇത് പലപ്പോഴും പറ്റുന്നത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ 2012 24 കമ്പയർ ചെയ്യുന്നതാണ്. അപ്പം 12 ഞാൻ വന്നപ്പം ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുന്നു, അടുത്ത ബസ്സിൽ കയറുന്നു, വീട്ടിൽ വരുന്നു, തീർന്നു. പക്ഷെ ജയിച്ചു വരുമ്പം നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നു, നമ്മൾ മിനിസ്റ്റേഴ്സിനെ കാണുന്നു, നമ്മൾ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യണു, നമുക്ക് ഫെലിസിറ്റേഷൻ കിട്ടുന്നു. അതൊരു എന്താ പറയുക ഒരു കാറ്റഗറി തരംതിരിക്കുന്ന രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്വാളിഫൈ ചെയ്ത് തന്നെ വലിയ സംഭവമാണെന്നുള്ള രാജ്യം മനസ്സിലാക്കണം അല്ലേ? ശരിക്കും ഈ യൂറോപ്പിലൊക്കെ ഒരു രീതിയുണ്ട്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് കഴിയുമ്പം അവർക്കെല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അവരെല്ലാവരും അവരുടെ രാജ്യത്തേക്ക് ഇത്രയും അത്ലറ്റ് ഒന്നിച്ച് പോകുന്നത്. ഇവരെല്ലാം ഒന്നിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ സെൻട്രൽ സ്ക്വയറിൽ കൊണ്ടുപോകും. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇവരെല്ലാവരും മെഡലുണ്ടോ മെഡലില്ലയോ എല്ലാവരും അതുവഴി നടക്കും. അവരുടെ ഫാൻസിന് മീറ്റ് ചെയ്യും, ഗ്രീറ്റ് ചെയ്യും. അവിടെ നിന്നാണ് അവർ വീട്ടിൽ പോകുന്നത്. അതിനകത്ത് ജയിച്ചവനും ഉണ്ട്, തോറ്റവനും ഉണ്ട്. പക്ഷേ ഈ ലോകത്തിന് മുമ്പിൽ അവരെല്ലാം അവരുടെ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ പോയ പടയാളികളെ പോലെയാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും വേണം. നമ്മൾ ഡൽഹിയിൽ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇന്ത്യ ഗേറ്റിൽ കൊണ്ടുപോയാൽ മതി. എല്ലാവരും ഇന്ത്യ ഗേറ്റിൽ കൊണ്ടുപോകുന്നു, എല്ലാവരും അവിടെ തന്നെ താങ്ക് യു വെരി മച്ച്, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തല്ലോ. അതാണ് സന്തോഷം. അതെ. പക്ഷേ ഉറപ്പായിട്ടും രാജ്യം ഇപ്പോൾ എന്താ പറയുന്നത് ഒരു മെഡൽ മേടിച്ച് ഒളിമ്പിക്സും മെഡൽ മേടിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആളുകൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് സത്യസന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ ഒരു പന്തലിട്ടിട്ട് ഏകദേശം ഒരാഴ്ചയിലേക്ക് ആളുകൾ ഇവിടെ ഉണ്ടാവും. രാവിലെ 6 മണിക്ക് വരുമായിരുന്നു. അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, മെഡലൊന്ന് തൊട്ടോട്ടെ. ഇപ്പം അച്ഛനും അമ്മയൊക്കെ മക്കളെയും കൊണ്ട് വരും, എനിക്ക് ആ മെഡലൊന്ന് കണ്ടോട്ടെ, മകനെ കാണിക്കാൻ. അപ്പം ഞാനത് പുറത്ത് വെച്ച് നോക്കുക, ഇപ്പം കണ്ടില്ലേ അത് പുറത്ത് തന്നെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ വെച്ചിരിക്കുന്നത്. ആര് വന്നാലും തൊടണ്ടാന്നും പറ്റില്ല, നിങ്ങൾ എടുത്തോ, നിങ്ങൾ ഇറങ്ങിയിട്ടോ. കാരണം അതിൽ നിന്ന് ഒരാൾ ഇൻസ്പയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതെ. പിന്നെ ശ്രീജേഷ് ആക്സസിബിൾ ആണ്. സച്ചിൻ തെണ്ടുൽക്കറെ കാണുന്ന വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ വീട്ടിൽ ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും, എപ്പോൾ വേണമെങ്കിലും അകത്ത് വരാം, ആര് വേണമെങ്കിലും കാണാം. ഇനി ഞാനില്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും ഉണ്ടാവും. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മെഡലൊക്കെ കണ്ടിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒളിമ്പിക്സ് മെഡലുമായിട്ട് വരുമ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്റർ നമ്മൾ മീറ്റ് ചെയ്യുന്നു. അദ്ദേഹം എല്ലാവരും മീറ്റ് ചെയ്യണം, ഞങ്ങൾ മാത്രമല്ല. ഒളിമ്പിക്സിന് പോയ എല്ലാവരും മീറ്റ് ചെയ്യും അദ്ദേഹം.
പിന്നെ മിനിസ്റ്റേഴ്സിനെ കാണുന്നു. കേരളത്തിൽ തന്നെ വന്ന് നോക്കുക. കേരളത്തിൽ എനിക്ക് ഇത്തവണ വന്നപ്പോഴത്തേക്കും ഒരുപക്ഷെ അവിടെ എന്താ എയർപോർട്ടിൽ നിന്ന് വീട് വരെ ഒരു വലിയൊരു പരിവാരങ്ങളോട് കൂടി തന്നെ അവിടെ വരെ വന്നു. അതെ അതെ, അതൊക്കെ ഒരു വലിയൊരു, അതെ, മരിക്കുന്നവരെ ഞാൻ പറഞ്ഞില്ലേ, ഓർക്കാൻ കുറേ ഓർമ്മകൾ. തീർച്ചയായിട്ടും അതെ. എന്നാലും നമ്മൾ തുടക്കം വിട്ട ഒരു കാര്യം അവസാനം നമ്മളൊരു ഒളിമ്പിക്സിൽ വരെ എത്താൻ പറ്റി അല്ലേ? അതെ, പ്രതീക്ഷിക്കാത്ത കാര്യം. അതായത് ജീവരാജ സ്പോർട്സ് സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലൊരു ഒളിമ്പിക്സ് മെഡലുമായിട്ട് വരുന്നത് ഒരിക്കലും സ്വപ്നം കാണാത്തൊരു കാര്യമാണ്. സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യം നേടാൻ പറ്റില്ലെന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ ചെറിയ ചെറിയ സ്വപ്നങ്ങളിലൂടെ വലിയ സ്വപ്നം കാണാൻ പറ്റി എന്നാണ് സത്യം. അത് ഈ പറഞ്ഞ പോലെ ഈ ചുവട് വയ്ക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് ഇപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യം. എന്നാലും എനിക്കൊന്ന് അവസാനിപ്പിക്കാൻ സമയമെങ്കിലും ഒരു ചോദ്യം കൂടെ വീണ്ടും ചോദിക്കട്ടെ. ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വിറ്റാൽ ഇനി എന്തായിരിക്കും എന്ന് വെറുതെ എങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ മെർസിഡീസിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രീമിയം വണ്ടികളിലേക്ക് പോകാനൊരു താല്പര്യമില്ല? അല്ല, ഞാൻ ചിന്തിക്കായിക്കൊന്നുമില്ല. അപ്പം എനിക്ക് മെർസിഡീസ് ഒക്കെ ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്തതൊന്നുമല്ല, എല്ലാ വണ്ടികളും ഇഷ്ടമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒരു പ്രീമിയം വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കോസ്റ്റ് എഫക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചില വണ്ടികൾ ഭയങ്കര മൈലേജ് തരുന്നുണ്ട്. പക്ഷേ ഒരു കണ്ണാടി പോയി കഴിഞ്ഞാൽ ചിലപ്പം 25,000-30,000 രൂപ കൊടുക്കണം, അതിൻ്റെ സർവീസസ്, അതിൻ്റെ ഇൻഷുറൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചിന്ത വരുന്നൊരു പാഴ്ചലവല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് കിട്ടുന്ന സുഖം അതിനകത്തുള്ളൂ. നമ്മുടെ മിഡിൽ ക്ലാസ് ചിന്താഗതി അവിടെ വരും, ഉറപ്പായിട്ടും അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഫീലിങ്സ്, ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ലെതർ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മോഡിഫൈയും ചെയ്യാം. അപ്പം അതൊരു പാഴ്ചലവല്ലേ എന്നൊരു ചിന്ത വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, വേണോ? പക്ഷെ എന്നാലും ഞാൻ മെർസിഡീസ് എനിക്കൊരു താല്പര്യമുള്ള വണ്ടിയായിരുന്നു. ഞാൻ ഇടയ്ക്ക് വാങ്ങാൻ വേണ്ടി ഷോറൂം വരെ പോയതാണ്. പിന്നെ അതൊരു വലിയ കഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ ഇവിടെയല്ല കേട്ടോ, ബാംഗ്ലൂർ ഷോറൂം വരെ പോയി അവിടെ ചെന്നു സംസാരിച്ചു. അപ്പോൾ അവർ വലിയൊരു ഡിസ്കൗണ്ടൊക്കെ പറഞ്ഞിരുന്നു നമുക്ക്. പക്ഷേ ആ ഡിസ്കൗണ്ടിനേക്കാളും കഴിഞ്ഞിട്ടൊരു 10 ലക്ഷം രൂപ എക്സ്ട്രാ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ദൈവം വേണ്ട. അപ്പം അങ്ങനെ അഗെയിൻ നമ്മളെ ലോകം കണ്ടിട്ടുണ്ട്, ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആ ചിന്താഗതി മാറ്റാത്തത് കൊണ്ടാണ്. മാറ്റാം, വേണമെങ്കിൽ മാറ്റാതിരുന്നു, പക്ഷെ മാറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് മാറ്റാതിരുന്നത്. മോഹൻ എത്ര വയസ്സായി? അപ്പോൾ അവന് 7 വയസ്സ്. അവൻ കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് ഇതൊക്കെ വാങ്ങിപ്പിച്ചോളും. അതേ കാര്യം. അപ്പം അങ്ങനെയാണ് മെർസിഡീസ് എടുക്കണം എന്നുണ്ട്. പിന്നെ അതല്ലെങ്കിൽ എന്താ പറയുന്നത്, BMW നമുക്ക് ഏത് വേണമെങ്കിലും ആ ഒരു ഓപ്ഷനിൽ ഏതൊരു ചോയ്സും കിട്ടും. പക്ഷേ ഇതുവരെ ചിന്തിച്ചിരിക്കുന്ന വണ്ടി അത് മാത്രമാണ്. പക്ഷെ എന്തായാലും വരും, ഒരു മെർസിഡീസ് ഇവിടെ വരും. അവന് 10 വയസ്സായി കഴിയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു മെർസിഡീസ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അന്നേരത്തേക്കും സ്ക്രൂ ചെയ്ത് സംഭവം ഇവിടെ വരുത്തും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സുരേഷ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒളിമ്പിക് മെഡലൊന്നും കിട്ടിയ ആരെയും കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് ജീവിതത്തിൽ കാണും. ഒളിമ്പിക് മെഡൽ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അല്ല കേട്ടോ, ഞാൻ പക്ഷേ പണ്ട് ഒളിമ്പ്യൻ റഹ്മാൻ അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയിലുള്ള കാലത്ത്. ശരി കേട്ടോ, അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു ജീവനോടെ ഒരു ഒളിമ്പ്യനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ പിന്നെ ശ്രീജേഷിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു എളിമയും ഇതൊക്കെയാണ്. കാരണം ഒട്ടും തലക്കനം ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും എന്താണ് 130 കോടി ജനങ്ങൾ ഉറ്റുനോക്കിയ ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നുകൊണ്ട് വളരെ കൂളായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുക, ഞങ്ങളൊക്കെ കാണുമ്പോൾ ചിരിക്കുക, അതാണ് നമുക്ക് വേണ്ട കാര്യം. സത്യമാണ്, സത്യം. അപ്പോൾ താങ്ക് യു ശ്രീജേഷ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.